മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് വളരെ താഴ്മയായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ എത്ര വലിയ ധിക്കാരിയാണെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുക. എന്താ പറഞ്ഞത്? ഫഖുൽ ഹൽ ലക ഇല അൻ തസക്ക, നിനക്ക് നിൻ്റെ സ്വന്തത്തെക്കുറിച്ച് സ്വന്തം നഫ്സിനെ സംസ്കരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, എന്താണെന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക് നന്നായിക്കൂടെ എന്നല്ല, നന്നാവുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അത് നല്ല കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു കൽപ്പനയല്ല. അറബിയിൽ അറുള് എന്ന് പറയും. അയാളോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്, ഇസ്ലാം സ്വീകരിച്ചുകൂടെ എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ വാഹദിയക ഇല റബ്ബിക ഫതഖ്ഷ, ഞാൻ നിൻ്റെ റബ്ബിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരികയും അങ്ങനെ ഭയഭക്തിയോടുകൂടി ഖശ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നതിനെ പറ്റി എന്താണ് നിൻ്റെ അഭിപ്രായം. ആദ്യത്തെ ആയത്തുമായിട്ട് യോജിച്ചിട്ടാണ്, അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഫിർഔനോടുള്ള സൗമ്യമായ ശൈലിയാണ്. അത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, വളരെ സൗമ്യമായ വാക്ക് അദ്ദേഹത്തോട് പറയാം. ഈ സൗമ്യമായ വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എതിരാളിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നല്ല, നേരെമറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ഈ വ്യക്തി മടങ്ങണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല. അല്ലെ ചില ആൾക്കാർ ഇത് രണ്ടും തമ്മിൽ കൂട്ടി കുഴച്ച് വെച്ചിരിക്കുകയാണ്. സൗമ്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി മാതൃകാ പുരുഷനെന്നും അതുപോലെ തന്നെ വളരെ വലിയ മഹാനെന്നും ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് കൊള്ളണം, അത് നമ്മൾക്കിടയിൽ പറഞ്ഞു കൊള്ളണം. അങ്ങനെയല്ല. ഈ വ്യക്തി എന്ന് പറയുന്നത് ഫിർഔൻ എന്ന് പറഞ്ഞാൽ ലഅനഹുല്ലാഹ്, അള്ളാഹു ഫിർഔനെ ശപിക്കട്ടെ എന്ന് നമുക്ക് പറയുന്നത് യാതൊരു മടിയുമില്ല. അത്രയും വലിയ ധിക്കാരിയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും മഖാമുദ്ദഅവ, ദഅവത്തിൻ്റെ സന്ദർഭമാണ്, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സൗമ്യമായി സംസാരിക്കുക, അതാണ് അമ്പിയാക്കളുടെ രീതി. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട്, മുൻഗാമിയായ ഒരു വ്യക്തി, അദ്ദേഹത്തോട് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു നസീഹത്ത് തരാനുണ്ട് താങ്കൾക്ക്, ഞാൻ കുറച്ച് കടുത്ത ഭാഷയിലാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി, ഇപ്പോൾ എന്നോടാണ് ഒരാൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് പറയാണ്, ഞാൻ പറയാണ് ഒരു നസീഹത്തുണ്ട്, ഞാൻ കുറച്ച് കടുപ്പത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്, ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ഈ ആദ്യത്തെ ആൾ പറഞ്ഞു, നസീഹത്ത് സ്വീകരിക്കുന്ന ആൾ പറഞ്ഞു, നിൻ്റെ നസീഹത്ത് എനിക്ക് വേണ്ട, കാരണം ഞാൻ എന്തായാലും ഫിറൗനേക്കാൾ മോശമല്ല, നീ മൂസാ നബിയേക്കാൾ നല്ല ആളുമല്ല. അപ്പോൾ മൂസാ നബി ഇത്ര നല്ല ആയിട്ട് ഇത്രയും മോശമായ ഫിറൗനോട് അള്ളാഹു എങ്ങനെയാണ് സംസാരിക്കാൻ പറഞ്ഞത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിൻ. അപ്പോൾ നസീഹത്ത് കൊടുക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കണം, ലീനോടുകൂടി സംസാരിക്കണം എന്നത് ഇതിൽ മനസ്സിലാക്കാം. അതാണ് അസ്ല്, അതാണ് അടിസ്ഥാനപരമായ നിയമം. ഇനി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞാൽ ഒരാൾ തിരുത്തുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും അയാളുടെ ഇനാദ്, ധിക്കാരം മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ കടുപ്പത്തിൽ പറയേണ്ടി വരും. അത് മൂസാ നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. വ ഇന്നി ലഅദുന്നുക യാ ഫിർഔനു മസ്ബൂറ, നിന്നെ ഒരു നശിച്ചവനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ഫിറൗനോട് മൂസാ നബി അലൈഹി സ്വലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനം. അത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച്. പക്ഷേ അടിസ്ഥാനം എന്താണ്? എപ്പോഴും നമ്മൾ സൗമ്യമായിട്ടായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ കടുപ്പിക്കുക. നേരെ തിരിച്ചാവരുത്. എപ്പോഴും വളരെ രൂക്ഷമായി, വളരെ ഗൗരവത്തിൽ മാത്രം സംസാരിക്കുക, അപൂർവമായിട്ട് സൗമ്യമായി സംസാരിക്കുക, അങ്ങനെയല്ല. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാരായ ആളുകളോട്, സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സൗമ്യമായി സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഫിറൗന് തൻ്റെ കൗമിലെ വലിയ ആളാണ്, നേതാവാണ്. അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനം ഉണ്ടായിട്ടല്ല, മറിച്ച് അവർ ഹക്ക് സ്വീകരിക്കാൻ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവർ ഹക്ക് സ്വീകരിക്കുകയില്ല. എൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്, നാട്ടുകാരെല്ലാം എന്നെ ബഹുമാനിക്കുകയാണ്, അങ്ങനെയുള്ള എന്നെ ഇവൻ ധിക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നത് അവരിൽ കിബറുണ്ടാക്കും, ആ ഹക്ക് തള്ളിക്കളയാനുള്ള വഴിയുണ്ടാക്കും.